എല്ലാവർക്കും നമസ്കാരം. അറിയുന്നവർ സ്കിപ്പ് ചെയ്തു പോകാം, മറ്റുള്ളവർ തുടർന്ന് കാണുക. കിടപ്പുമുറി നിത്യവും വൃത്തിയായി സൂക്ഷിക്കണം. രാത്രി ശയനമുറി തൂത്തു വാരരുത്. ഷീറ്റുകൾ ദിവസവും മാറ്റി വിരിക്കാൻ ശ്രദ്ധിക്കുക. തലയിണയിൽ ചവിട്ടി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത്. തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടന്നുറങ്ങണം. നീണ്ടു നിവർന്ന് കിടക്കണം. ഇടതുവശം ചരിഞ്ഞ് കിടന്നുറങ്ങുക. എഴുന്നേൽക്കുമ്പോൾ വലതുവശം ചരിഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. ശാസ്ത്രമനുസരിച്ച് കിഴക്ക് ദേവന്മാരും തെക്ക് പിതൃക്കളും പടിഞ്ഞാറ് ഋഷിമാരും നിൽക്കുന്നു. വടക്ക് ദിക്ക് ആരുടെയും പ്രത്യേക സ്ഥാനമല്ല, അത് മനുഷ്യരാശിയാണ്. ആയതിനാൽ കിടക്കുമ്പോൾ വടക്ക് വശം കാൽ വച്ചാൽ നന്ന്. തെക്കു ദിശയിൽ തലവെച്ചാൽ പിതൃക്കളുടെ പ്രീതി സമ്പാദിക്കാം. കിഴക്ക് ദേവസ്ഥാനമാകയാൽ അവിടേക്ക് ശിരസ് വച്ച് പടിഞ്ഞാറേക്ക് കാൽ വെച്ചാൽ ദേവന്മാർ പ്രസാദിക്കയാൽ പടിഞ്ഞാറിൻ്റെ അധിപതികളായ ഋഷിമാർ ശാന്തരാകുന്നു. ചെറിയ സംഗതിയെന്ന് തോന്നുമെങ്കിലും ശിരോരോഗങ്ങൾ, മാനസികാസ്വാസ്ഥ്യം, ശാരീരിക വിഷമതകൾ ഇവ ഏറെക്കുറെ പരിഹരിക്കുവാൻ കിടപ്പിലെ നിയമങ്ങൾ സഹായിക്കും.